നമസ്കാരം. കേരളം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടക്കുകയാണ്. വിവാദം, വികസനം, ഭരണനയം, ജനപ്രശ്നങ്ങൾ ഇതെല്ലാം വോട്ടർമാരുടെ മുൻഗണനയായി മാറുന്ന ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തെ ഓരോ മേഖലയിലെയും രാഷ്ട്രീയ സമവാക്യങ്ങളും മത്സരരംഗവും വിശദമായി വിശകലനം ചെയ്യുന്ന പ്രത്യേക പരിപാടി ബിയോണ്ട് ദ ബാലറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായക സ്ഥാനമുള്ള ജില്ലയാണ് തിരുവനന്തപുരം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ല എങ്ങനെ പ്രതികരിക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ തേടുകയാണ് ഈ എപ്പിസോഡിൽ. ഇതിൽ എനിക്കൊപ്പം ഐശ്വര്യ അനിൽ, വിഷ്ണു കരുണാകരൻ എന്നിവരും വിശകലനങ്ങളുമായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ റോയ് മാത്യുവും ചേരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് ഭരണസിരാകേന്ദ്രം എന്ന നിലയിൽ മാത്രമല്ല, രാഷ്ട്രീയപരമായും എന്നും നിർണായകമായ ഒരു ഭൂമികയാണ്. നഗര ഗ്രാമ വ്യത്യാസങ്ങൾ, തീരദേശ പ്രശ്നങ്ങൾ, മലയോര മേഖലയിലെ വികസന വെല്ലുവിളികൾ എല്ലാം ചേർന്നതാണ് ജില്ലയിലെ വോട്ടർമാരുടെ മനോഭാവം രൂപപ്പെടുത്തുന്നത്. ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ ഓരോന്നും വ്യത്യസ്ത രാഷ്ട്രീയ സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ചില മണ്ഡലങ്ങൾ ശക്തമായ രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കുമ്പോൾ ചിലയിടങ്ങളിൽ വ്യക്തിസ്വാധീനവും പ്രാദേശിക വിഷയങ്ങളും സാമുദായിക സ്വാധീനവും നിർണായക ഘടകങ്ങളാകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏതു മണ്ഡലങ്ങൾ ഹോട്ട് സീറ്റുകളായി മാറും എന്നതും ശ്രദ്ധേയമാണ്. ഐശ്വര്യ അനിലാണ് ആദ്യം ചേരുന്നത്. ഐശ്വര്യ, നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങളാണ് വരുന്നത്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ വോട്ടർമാരുടെ നിര തന്നെയുള്ള 14 മണ്ഡലങ്ങളാണുള്ളത്. പൊതുവെ പറയുന്നത് കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അത് തിരുവനന്തപുരം ജില്ലയുടെ റിസൾട്ടിന് സമാനമായിരിക്കുമെന്നതാണ്. തിരുവനന്തപുരം ആര് പിടിക്കുന്നോ അവർക്കായിരിക്കും സംസ്ഥാന തലത്തിലും പലപ്പോഴും ഭൂരിപക്ഷം കിട്ടുന്നത്, ഭരണത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ തുടർ ഭരണമാണ് LDFന് ലഭിച്ചത്. ഈ വർഷങ്ങളിലെല്ലാം തിരുവനന്തപുരം ജില്ലയിൽ LDFൻ്റെ അപ്രമാദിത്വമായിരുന്നു. അത് ഏറ്റവും ഒടുവിൽ നടന്ന 2021 തെരഞ്ഞെടുപ്പ് നോക്കിയാൽ 14 മണ്ഡലങ്ങളിൽ 13ഇടത്തും LDF ആണ് വിജയിച്ചത്. ഒരു മണ്ഡലത്തിൽ കോവളത്ത് മാത്രമാണ് UDFന് വിജയിക്കാൻ കഴിഞ്ഞത്. ഈ സമീപകാല തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എന്താണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു അവസ്ഥ? റിജീഷ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം സംസ്ഥാനം ആര് ഭരിക്കുന്നു എന്നറിയാൻ ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ റിസൾട്ട് പരിശോധിച്ചാൽ മതിയാകും എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ നോക്കിയാൽ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അതിൽ 2021 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2021 നമുക്കറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്ത് തുടർഭരണമുണ്ടായ പിണറായി സർക്കാരിന് തുടർഭരണമുണ്ടായ ഒരു കാലമാണ്. ആ സമയത്ത് സ്വാഭാവികമായും 14 മണ്ഡലങ്ങളിൽ 13ഇടത്തും കൃത്യമായ ഒരു മേൽക്കൈ അത് നേടാൻ LDFന് സാധിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ട്രെൻഡ് തിരുവനന്തപുരത്ത് അത്രയും വലിയൊരു മെജോറിറ്റി കിട്ടിയതുകൊണ്ട് തന്നെ സംസ്ഥാന ഭരണം വളരെ സേഫ് ആയിരുന്നു ഇടത് മുന്നണിയുടെ കയ്യിൽ എന്നുള്ളതാണ്. മറ്റൊന്ന് 2016 കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. 2016 9ഇടത്താണ് LDF കൃത്യമായി ഒരു മേൽക്കൈ നേടിയത്. 9ഇടത്ത് LDF വിജയിച്ചപ്പോൾ 4ഇടത്ത് UDF, 1ഇടത്ത് BJP. അങ്ങനെയായിരുന്നു അന്നത്തെ കണക്കുകൾ. അതേ 2011 പരിശോധിച്ചാൽ അവിടെ 8ഇടത്ത് UDF വിജയം നേടി, 6ഇടത്ത് LDF വിജയം നേടി. അതായത് അന്ന് UDF ആണ് അധികാരത്തിൽ വന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ ട്രെൻഡ് തിരുവനന്തപുരത്ത് ആര് ജയിക്കും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആർക്കാണ് കൂടുതൽ സീറ്റുകൾ നേടാനാകുന്നത് അതുപോലെ ഇരിക്കും സംസ്ഥാനത്തെ ഒരു ട്രെൻഡ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സംസ്ഥാന ഭരണം ആരുടെ കയ്യിലായിരിക്കും എന്നുള്ളത് സ്വാഭാവികമായും തീരുമാനിക്കുന്നത് തിരുവനന്തപുരമാണ് എന്ന് പറയുന്നത് തെറ്റില്ല എന്ന് വേണം. കഴിഞ്ഞ 3 തവണത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് മാത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് വ്യക്തമാകും. കഴിഞ്ഞ 2 തവണയും LDFന് മേൽക്കൈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ ആ രീതിയിലായിരുന്നില്ല എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. കാരണം ഇവിടെ തുടർച്ചയായി ശശി തരൂർ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് LDFനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം UDFനാണ് ലഭിക്കുന്നത് എന്ന് മാത്രമല്ല, അവിടെ 2ാം സ്ഥാനത്തെത്തുന്നത് BJP ആണ്. BJPയേക്കാൾ 1,00,000-ലധികം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ 3ാം സ്ഥാനത്ത് പോവുകയാണ് LDF സ്ഥാനാർത്ഥി അവിടെ ചെയ്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് BJPയുടെ ഒരു സ്വാധീനമാണ്. BJP സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങളിൽ BJPയാണ് 2ാം സ്ഥാനത്തെത്തുന്നത്. വളരെ പ്രതീക്ഷയുണ്ട്. ഒരു തവണ BJP അക്കൗണ്ട് തുറക്കുക പോലും ചെയ്തു നേമത്ത്. തീർച്ചയായും റിജീഷ് സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ തികച്ചും വ്യത്യസ്തമായിരുന്നു. കാരണം അവിടെ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു ചർച്ച വന്നു. അല്ലെങ്കിൽ അവിടെ കേന്ദ്രത്തിൽ ഒരുപക്ഷെ
മത്സരം നടക്കുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ്. ആ തരത്തിൽ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് BJP തങ്ങളുടെ A ക്ലാസ് മണ്ഡലം അല്ലെങ്കിൽ A+ മണ്ഡലം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പലയിടത്തും അത്തരത്തിലുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ നടത്താൻ BJPക്കായി എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ നേരത്തെ വലിയ തോതിൽ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന പല മണ്ഡലങ്ങളുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം വളരെ ശക്തമായി നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ എടുത്തു പറയേണ്ടത് ഈ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് BJPക്ക് ഒരു മേൽക്കൈയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ മേഖലയിൽ BJPക്ക് ഒരു മേൽക്കൈയുണ്ട്. അത് അവിടെ ഭരണം പിടിക്കാൻ BJPക്കായി എന്നുള്ളത് വളരെ ഒരു പ്ലസ് പോയിന്റായി അവർ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് സംസ്ഥാന ഭരണത്തിലേക്കുള്ള ഒരു ചുവടുവയ്പായാണ് BJP കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു പവർ അല്ലെങ്കിൽ അത്തരത്തിലൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയണം. അത് ഒന്ന് ശശി തരൂരിന്റെ കാര്യമാണ്. ശശി തരൂർ നമുക്കറിയാം, മുൻപ് 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ഒരാളാണ് തരൂർ. പക്ഷെ പിന്നീട് ഈ ഏറ്റവും ഒടുവിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് 16,077 ആണ്. അത് എത്രത്തോളം കുറഞ്ഞു? 1 ലക്ഷത്തിൽ നിന്ന് 16,000 എന്ന് പറയുന്നത് വലിയൊരു വ്യത്യാസമാണ്. അത് അവിടെ മേൽക്കൈ നേടിയത് BJP ആണ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. അവിടെ BJPയുടെ രാജീവ് ചന്ദ്രശേഖറാണ് അന്ന് 2ാം സ്ഥാനത്ത് എത്തിയത്. LDF 3ാം സ്ഥാനത്തേക്ക് പോവുകയാണ് ചെയ്തത്. LDF 3ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോഴും BJP സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയായ പന്ന്യൻ രവീന്ദ്രനും തമ്മിലുള്ള വോട്ട് വ്യത്യാസവും ശ്രദ്ധേയമാണ്. ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടുകളുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ 2016 നമുക്കറിയാവുന്ന പോലെ തന്നെ നേമത്ത് BJPയുടെ ഒരു MLA വന്നിരുന്നു. അതിനുശേഷം പിന്നീട് അവർക്ക് അവരുടെ അക്കൗണ്ട് പൂട്ടിച്ചു എന്നൊക്കെ പറയുമ്പോഴും നേമത്ത് വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ് അന്ന് LDF അവിടെ ജയിച്ചു കയറിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ ഈ പറഞ്ഞ ഇടത് തരംഗം ആഞ്ഞടിച്ചു എന്ന് പറയുന്ന ആ സമയത്ത് തിരുവനന്തപുരത്ത് കോവളത്ത് മാത്രമാണ് UDF ജയിച്ചത്. അവിടെ തിരുവനന്തപുരത്ത് 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 20,000-ലധികം ഭൂരിപക്ഷത്തിലാണ് LDF ജയിച്ചു കയറിയത്. പക്ഷേ അവിടെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം കിട്ടിയത് നേമത്താണ്. 3,949 എന്ന ഭൂരിപക്ഷത്തിലാണ് ഇന്ന് മന്ത്രിയായിരിക്കുന്ന V ശിവൻകുട്ടി അവിടെ ജയിച്ചു കയറിയത്. അവിടെ അതിനുശേഷം പിന്നീട്, അതായത് ഏറ്റവും കുറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഇത്തവണ അത് ആ നേമം സീറ്റ് പിടിച്ചെടുക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് BJP പ്രകടിപ്പിക്കുന്നത്. നേമം മാത്രമല്ല, തിരുവനന്തപുരം സെൻട്രൽ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് അടക്കം അവരുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ഇത്തരം സീറ്റുകൾ തങ്ങൾ ഇത്തവണ കഴിഞ്ഞ നാളുകളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തവണ അത് സീറ്റ് പിടിക്കുന്ന നിലയിലേക്ക് ആ ചർച്ച പോയിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മുന്നോടിയായി അവര് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം പോലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു നേമത്ത്. മറ്റ് സ്ഥാനാർത്ഥികളെക്കുറിച്ചും ഏതാണ്ടൊക്കെ ധാരണയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം, അത് ഐശ്വര്യ സൂചിപ്പിക്കുകയുണ്ടായി. അത് കോർപ്പറേഷനിലെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ കോർപ്പറേഷനിൽ ചരിത്രത്തിൽ ആദ്യമായി BJP അധികാരത്തിലെത്തുന്നു. ഒപ്പം തന്നെ നാം കാണേണ്ട കാര്യമുണ്ട്, ജില്ലാ പഞ്ചായത്തിലടക്കം UDF ഉണ്ടാക്കിയ ഒരു മേൽക്കൈയുണ്ട്. ഒപ്പത്തിനൊപ്പം സീറ്റുകളാണ് UDFും LDFും നേടിയിരിക്കുന്നത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFിൻ്റെ ഒരു മേൽക്കൈ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ UDFിന് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്തെ കണക്ക് പരിശോധിച്ചാൽ വ്യക്തമായ ഒരു ലീഡ് എന്ന് പറയേണ്ടത്, അത് കൃത്യമായി കണക്കുകൾ നമ്മൾ ഗ്രൗണ്ട് റിപ്പോർട്ട് പരിശോധിച്ചാൽ LDFിനാണെന്ന് പറയേണ്ടി വരും. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പറഞ്ഞതുപോലെ BJP പിടിച്ചു എന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് ജില്ലാ തലത്തിൽ മുഴുവനുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും LDFിന് ഒരു ലീഡ് ഉണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് തിരുവനന്തപുരത്ത് LDF വച്ചു പുലർത്തുന്ന ഒരു പ്രതീക്ഷ, CPM വച്ചു പുലർത്തുന്ന ഒരു പ്രതീക്ഷ. സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ അത് എല്ലാ മണ്ഡലങ്ങളും എടുത്തു നോക്കുമ്പോൾ അവിടെ LDFിന് ശക്തമായൊരു മേൽക്കൈ തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം പല മണ്ഡലങ്ങളും 13 മണ്ഡലങ്ങൾ ജയിച്ചതിൽ പല മണ്ഡലങ്ങളും 20,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്വന്തമാക്കിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ BJP പിടിച്ചെങ്കിലും CPMൻ്റെ ആ ഒരു മേൽക്കൈ നഷ്ടപ്പെട്ടു എന്ന് വിലയിരുത്താൻ കഴിയില്ല. എന്തായാലും മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ റോയ് മാത്യു, അദ്ദേഹം LDFിൻ്റെ ഇവിടുത്തെ സാധ്യതകളെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. കഴിഞ്ഞ 25 വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുന്നത് 2001 ഇടതുപക്ഷ മുന്നണിക്ക് കേവലം 4 സീറ്റ് മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കിട്ടിയത്. എന്നാൽ UDFിന് ആ സമയത്ത് തന്നെ ഏതാണ്ട് 9 സീറ്റോളം കിട്ടി. അപ്പം ഭരണം നിയന്ത്രിക്കുന്നതിനകത്ത്, അല്ല ഭരണം നിശ്ചയിക്കുന്നതിനകത്ത്, ഏത് മുന്നണിക്ക് ഭരണം കിട്ടണം എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകുന്നതിനകത്ത് 2 പ്രധാന ജില്ലകളാണ് തെക്കൻ കേരളത്തിലെ ഈ കൊല്ലവും തിരുവനന്തപുരത്തിനാണ് അതിനകത്തൊരു പ്രത്യേകിച്ച് റൂളുള്ളത്. 2001 ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും
വലിയ തോതിലുള്ള മുന്നേറ്റമാണ് LDF ഉണ്ടായിട്ടുള്ളത്. 2006 തിരുവനന്തപുരത്ത് 9 സീറ്റാണ് LDF നേടാൻ കഴിഞ്ഞത്. അപ്പം അത് പിന്നീട് 2011-ലും 2016-ലും ഒക്കെ തന്നെ ആ ഒരു റെക്കോർഡ് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം LDF ഒരു കോട്ട എന്ന് പറയാവുന്ന ഒരവസ്ഥയിലാണ് തിരുവനന്തപുരം ജില്ല നിൽക്കുന്നത്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് 2001 സ്ഥിതിവിശേഷം ഉണ്ടായിരുന്ന ഒരു സ്ഥിതി. അതിന് ചില കാരണങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് LDF അതിനുശേഷം മുന്നോട്ട് വന്നു എന്നുള്ളതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ LDF-ൻ്റെ ഒരു സംഘടനാശേഷിയാണ്, പ്രത്യേകിച്ച് CPM-ൻ്റെ സംഘടനാശേഷിയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും സീറ്റ് നേടുന്നതിന് കാരണമാണ്. മറ്റ് ഈ ഘടകകക്ഷികൾ LDF-ലുള്ള ഘടകകക്ഷികൾക്കൊന്നും ഈ പറയുന്ന ഒരു സ്വാധീനവും ഈ മണ്ഡലങ്ങളിലൊന്നും തന്നെ ഇല്ല. അതെല്ലാം CPM-ൻ്റെ കെയർ ഓഫിൽ നേടുന്ന സീറ്റുകൾ മാത്രമാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥിതിവിശേഷങ്ങളൊക്കെ തന്നെ മാറി മറിഞ്ഞതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നെക്ക് ടു നെക്ക് അല്ലെ തുല്യത്തിലാണ് LDF-ഉം UDF-ഉം തമ്മിൽ ഉള്ള 2 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ്. മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകളൊക്കെ തന്നെ LDF-ൽ നിന്ന് UDF പിടിച്ചെടുത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പം ഇത് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് പലപ്പോഴും മാറി മറിയുകയാണ്. ഇതിപ്പോൾ ഈ ഒരുപക്ഷെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ ഇവിടെ വരണമെന്ന് നിർബന്ധവുമില്ല. കാരണം നമ്മൾ 2010 അത് കണ്ടതാണ്. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു നിൽക്കുന്ന സ്ഥിതികളുണ്ടായേക്കാം. തീർച്ചയായും 10 വർഷത്തെ ഇടതു ഭരണത്തോടുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം അതെല്ലാം ചർച്ചയാകുന്നുണ്ടെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ LDF-നുള്ള ഒരു മേൽക്കൈ തന്നെയാണ് ശ്രീ റോയ് മാത്യുവും സൂചിപ്പിക്കുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ഉയർത്തുന്ന പ്രധാന ചോദ്യങ്ങൾ എന്തെല്ലാമാണ്? തൊഴിലവസരങ്ങൾ, വിലക്കയറ്റം, അടിസ്ഥാന സൗകര്യ വികസനം, ഗതാഗത പ്രശ്നങ്ങൾ, തീരസംരക്ഷണം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ ഇവയെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ്. വോട്ടർമാർ എന്തു കരുതുന്നു? വിഷ്ണു കരുണാകരൻ ഇതിൻ്റെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, നമുക്കറിയാം തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളും ഏറെക്കുറെ 14 സ്വഭാവം കാണിക്കുന്ന മണ്ഡലങ്ങളാണ്. ഇവിടെ മലയോര മേഖലയുണ്ട്, തീരദേശ മേഖലയുണ്ട്, സാമുദായിക ശക്തികൾക്ക് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട്, ഒപ്പം തന്നെ തലസ്ഥാന നഗരം ഉൾപ്പെടുന്ന മണ്ഡലങ്ങളുമുണ്ട്. അങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള ഈ മണ്ഡലങ്ങളിലെ ജനവിധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ അവസരത്തിൽ എങ്ങനെ വിലയിരുത്താം? തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആവേശം വരേണ്ടതാണ്. കാരണം എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പ് സമയവും തിരുവനന്തപുരത്ത് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ആ സമയത്തെ ഭരണ മികവിനെ കുറിച്ച് തന്നെയായിരിക്കും. അല്ലാതെ രാഷ്ട്രീയപരമായ ഒരു കാഴ്ചപ്പാട് തിരുവനന്തപുരത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതിന് ഏറെക്കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ചില മേഖലകളെ സംബന്ധിച്ച്, തീരദേശ മേഖലകളെ എടുത്തു പറയുമ്പോൾ അവിടെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമായിരുന്നു. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഉള്ളതും ഈ തീരദേശ മേഖലയാണ്. അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതും തീരദേശ മേഖലകളാണ്. എന്നാൽ അത് പിന്നീട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ തീരദേശ മേഖലകളിൽ ശരിക്കും സ്വാധീനം ചെലുത്തുന്നത് കോൺഗ്രസിന് വളരെ കുറഞ്ഞിട്ടുണ്ട് എന്ന കണക്കുകൾ കാണിക്കുന്നുണ്ട്. അതായത് ശശി തരൂർ MP ആകുന്നത് വളരെ ചെറിയ ശതമാനം വോട്ടിലാണ്, 20,000-ൽ താഴെ വോട്ടുകൾ മാത്രം ലഭിച്ചു. അതിനു മുമ്പ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെ നോക്കുമ്പോൾ BJP അവിടെ സ്വാധീനം ചെലുത്തി വരികയാണ്. കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. BJP കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രചാരണം BJP-യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തിന്റെ ജില്ലയ്ക്കുള്ളിലെ തന്നെ പ്രധാന ടൗൺ ഏരിയകൾ അല്ലെങ്കിൽ സിറ്റി സർക്കിളിനുള്ളിൽ വരുന്ന പ്രദേശങ്ങളെല്ലാം പഴയതിൽ നിന്നും വലിയ മാറ്റമുണ്ട്. അതായത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു പാറ്റേണിലേക്ക് ചിന്തിക്കുമ്പോൾ 2 രീതികളുണ്ട്. ഒന്ന്, ഇവിടുത്തെ ശതമാനത്തിന്റെ ജനസംഖ്യയുടെ ശതമാനം ഒരു ഹിന്ദു സമൂഹം വളരെ കൂടുതലാണ്. അപ്പോൾ അത് തന്നെ വോട്ടിംഗ് പാറ്റേണുകളിൽ മാറ്റം വരുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് സർക്കാർ അവർക്ക് നൽകി, അല്ലെങ്കിൽ തിരുവനന്തപുരം ജനതയ്ക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. അതിനെല്ലാം ഉപരി തന്നെ മറ്റൊരു കാര്യം, ഈ വിജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളൊരു പാറ്റേൺ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഉണ്ട്. തെക്കൻ കേരളത്തിന്റെ ഒരു വോട്ടിംഗ് ശൈലി തന്നെ അങ്ങനെയാണ്. വിജയിക്കുന്ന പാർട്ടിക്ക് കൂടുതൽ വോട്ട് നൽകുന്ന ഒരു ജനത ഇവിടെയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ വിജയസാധ്യത കൂടുതൽ നിൽക്കുന്നത്, ഇപ്പോൾ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ CPM-ന് തന്നെയാണ്. CPM-നും അതോടൊപ്പം ഘടകകക്ഷികൾ ഉൾപ്പെടെ LDF-ന് തന്നെയാണ്. CPM-ന് വലിയ സ്വാധീനമുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. അതായത് പ്രത്യേകിച്ചും നമ്മൾ വർക്കല എടുത്താലും
അതുപോലെ തന്നെ തിരുവനന്തപുരത്തിനകത്തായിരുന്നാലും പലയിടങ്ങളിലും ഒക്കെ ഈ LDF സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. എന്നാൽ 4 മണ്ഡലങ്ങളിൽ BJP വലിയ സ്വാധീനമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJP 2ാം സ്ഥാനത്തേക്ക് എത്തിയ മണ്ഡലങ്ങളാണ്. അത് നേരിയ ശതമാനം വ്യത്യാസത്തിലൊക്കെയാണ് വോട്ട് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആറ്റിങ്ങൽ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം എന്നീ മണ്ഡലങ്ങളാണ് ഏറ്റവും കൂടുതൽ BJP സ്വാധീനമുള്ളത്. നേമത്ത് വിജയസാധ്യത വളരെ ഇടപെട്ട് കൂടുതലാണെന്ന് ചോദിച്ചാൽ BJP ഈ തന്നെ കണക്കുകൂട്ടുന്നു. തലസ്ഥാന നഗരത്തിന്റെ വികസനം അതും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയാകില്ലേ? കാരണം നമ്മുടെ ഇവിടുത്തെ മെട്രോ റെയിലൊക്കെ ഇപ്പോഴും ചർച്ചകളിൽ മാത്രമാണ്. വിഴിഞ്ഞം തുറമുഖം അത് CPM-ന് അല്ലെങ്കിൽ LDF സർക്കാരിന് ഒരു അവകാശവാദമായിട്ട് അവർക്ക് ഉന്നയിക്കാനും കഴിയും. അതിൻ്റെ തുടക്കക്കാർ തങ്ങളാണെന്ന് UDF അവകാശപ്പെടുമ്പോൾ പോലും. അതുപോലെ വികസന കാര്യങ്ങൾ, പ്രത്യേകിച്ച് നഗരവികസനം, വിഴിഞ്ഞം, മെട്രോ റെയിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് വിലയിരുത്താം? വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ ഇത് 3 മുന്നണികൾക്ക് പല അവകാശവാദങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതായത് കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഭരിക്കുന്നത് LDF ആണ്. LDF ഭരിക്കുമ്പോൾ തന്നെ പല ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനെ കുറിച്ച് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസും BJP-യും അതിനെ ആയുധമാക്കുന്നത്. അതേസമയം തന്നെ LDF-നെ ആയുധമാക്കാൻ സാധിക്കുന്നത് ഇതിനു മുമ്പുള്ള സർക്കാർ UDF ഭരണകാലത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ PR വർക്കിന്റെ ഭാഗമായി തന്നെ ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് അവരുടെ പരസ്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ അപാകതകൾ ചൂണ്ടിക്കാട്ടുന്ന രീതിയിൽ തന്നെയാണ്. പവർ കട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴുള്ള മുന്നണി അതിനൊന്നും അവസരങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് അവകാശവാദം. അതേസമയം തന്നെ വിഴിഞ്ഞത്തെ ഊന്നി നൽകുന്നത് വളരെ വേഗത്തിൽ വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കിയത് ഇടത് സർക്കാരിന്റെ ഇടപെടലാണെന്നാണ്. എന്നാൽ അതേസമയം തന്നെ UDF പറയുന്നുണ്ട് മുൻപിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ അതിന് വലിയ രീതിയിലുള്ള ഒരു മുൻഗണന നൽകിയിട്ടുണ്ട്, അതിന് വേണ്ടത്ര പിന്തുണ നൽകി, അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി, അതുകൊണ്ട് തന്നെയാണെന്ന്. ഇതേസമയം കേന്ദ്രത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് BJP-യും ചർച്ച ചെയ്യുന്നു. എന്നാൽ BJP കൃത്യമായ ഒരു സ്ട്രാറ്റജിക് മൂവ്മെന്റ് ഇവിടെ നടത്തുന്നുണ്ട്. അതായത് പലയിടങ്ങളിലും PR വർക്കുകൾ ഉപയോഗിക്കുക, വികസനത്തെ ഊന്നുക. അതായത് ഈ തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് BJP-ക്ക് വിജയം നൽകിയത് കൊണ്ട് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വളരെ വേഗത്തിൽ തുടങ്ങാനും പല പദ്ധതികളും നടപ്പിലാക്കി വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിനുള്ള ആക്ഷൻസ് എല്ലാം എടുത്തു കഴിഞ്ഞു. പക്ഷേ അവിടെയും CPM-നും അതുപോലെ വലിയ പിന്തുണ നൽകാനായി സാധിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു വലിയ നേട്ടം BJP കൈവരിക്കുമ്പോൾ തന്നെ പല മേഖലകൾ, അതായത് ഈ സിറ്റി പരിസരത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കോൺഗ്രസിന് കൂടുതൽ സാധ്യതകളുള്ള മേഖലകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള മണ്ഡലങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ആര് കൂടുതൽ വോട്ട് പിടിക്കും എന്നുള്ള കാര്യത്തിൽ വോട്ടർമാരുടെ കയ്യിൽ തന്നെയാണ് അക്കാര്യം ഇരിക്കുന്നത്. കൂടുതൽ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും അതിനൊരു മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ഇടതു മുന്നണിക്ക് സാധ്യതകൾ ഏറെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ തന്നെ ഈ തിരുവനന്തപുരത്തെ ജനതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏത് തെരഞ്ഞെടുപ്പിനും അതിനനുസരിച്ച് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ BJP-ക്ക് ഇവിടെ കൂടുതൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. എന്നാൽ ആ സമയം BJP-ക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ലഭിക്കണമെന്നില്ല. അതിന് കോൺഗ്രസിന് കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ UDF-ന് പിന്തുണയുണ്ട്. എന്നാൽ അതേസമയം തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് LDF-നാണ് സാധ്യത. അങ്ങനെ ആളുകളെ നോക്കിയും വികസനം നോക്കിയും ഭരണത്തിന്റെ മൂല്യം മനസ്സിലാക്കിയും ഒക്കെ വോട്ട് ചെയ്യുന്ന ഒരു ജനതയാണ് തിരുവനന്തപുരത്ത്. തീരദേശ മേഖലയായാലും മലയോര മേഖലയായാലും സിറ്റി പരിസരങ്ങളിലായാലും ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യമാണ് വിഷ്ണു കരുണാകരൻ വിശദമായി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എല്ലാവരും സൂചിപ്പിക്കേണ്ടായി BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്നത്. 4 മണ്ഡലങ്ങളിൽ BJP-യാണ് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും BJP നല്ല മത്സരം കാഴ്ചവെച്ചു. ഒരു തവണ തിരുവനന്തപുരത്തെ നേമത്ത് BJP അക്കൗണ്ട് തുറന്നതാണ്. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ രീതിയിൽ തിരുവനന്തപുരത്ത് BJP വളരെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ അതിനെ വിശകലനം ചെയ്യുകയാണ് മാധ്യമപ്രവർത്തകനായ റോയ് മാത്യു. NDA മുന്നണിക്ക് തിരുവനന്തപുരത്ത് സ്വാധീനം ഇല്ല എന്നൊന്നും അവരെ എഴുത്തള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമൊന്നുമല്ല. കാരണം ഈ കഴിഞ്ഞ 2024 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ആ പ്രതിഭാസം വളരെ വ്യക്തമായിട്ട് കാണാനുണ്ട്. അതിനു മുമ്പ് 2019 തെരഞ്ഞെടുപ്പിൽ പോലും പിന്നെ കോൺഗ്രസും NDA-യും തമ്മിലായിരുന്നു പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടായതൊക്കെ. ആ സാഹചര്യങ്ങൾ അതിനകത്തൊന്നും വലിയ ഗണ്യമായ മാറ്റങ്ങളൊന്നും വന്നില്ല. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം BJP തിരുവനന്തപുരം ജില്ലയിലും മറ്റ് കേരളമൊട്ടാകെ നേരിടുന്ന ചില പ്രതിഭാസങ്ങൾ തിരുവനന്തപുരത്തും തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ കോർപ്പറേഷനകത്ത് 100 സീറ്റിനകത്ത് 50 സീറ്റ് നേടിയെന്ന് പറയുന്നത് ചെറിയ കാര്യം, ഒരു വലിയ കാര്യം തന്നെയാണ്. ആ പാർട്ടി കഴിഞ്ഞ ഈ 80 മുതൽ അവർ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായ കാലം മുതൽ തന്നെ അവർ കേരളത്തിൽ സാന്നിധ്യവും സ്വാധീനവും ഉണ്ട്. പക്ഷേ അതിനെ ഒരു ഒരു വിന്നിങ് കോമ്പിനേഷനാക്കി മാറ്റാൻ പലപ്പോഴും കഴിയാറില്ല. അപ്പം അതിന് ചെറിയൊരു മാറ്റം വന്നതാണ് ഈ കോർപ്പറേഷനകത്ത് ഈ
ഈ വിജയം എന്ന് പറയുന്നത്. BJP പണ്ടത്തെ 2ാം സ്ഥാനത്തുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ചിലയിടത്തൊക്കെ 1ാം സ്ഥാനത്ത് തന്നെ വരാനുള്ള സ്ഥിതി പോലുമുണ്ട്. പ്രത്യേകിച്ച് കഴക്കൂട്ടം, കാട്ടാക്കട, വട്ടിയൂർക്കാവ്, നേമം ഒക്കെ ഉണ്ട്. പക്ഷേ അത് എവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. പല മണ്ഡലങ്ങളിലും നമ്മൾ കാണുന്ന പോലെ തന്നെ 10,000 മുതൽ 15,000, 25,000 വോട്ടുകൾക്കൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വോട്ടുണ്ട്. ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൂടെ BJPക്ക് സമാഹരിക്കാൻ കഴിയുവാണെങ്കിൽ അവർക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. തീർച്ചയായും കോർപ്പറേഷൻ ഭരണം പിടിച്ചത് തന്നെയാണ് BJP വലിയൊരു ആത്മവിശ്വാസമായി കരുതുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും അതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഐശ്വര്യ, ഈ കോർപ്പറേഷൻ ഭരണം പിടിച്ചു എന്നത്, 50 സീറ്റുകൾ നേടി അധികാരത്തിലെത്തി എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ കൗൺസിലർമാരെല്ലാവരും പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ഡൽഹിക്ക് പോയിരിക്കുകയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നിരുന്നു. വലിയ പ്രഖ്യാപനങ്ങളോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും തിരുവനന്തപുരത്ത് ഏതാനും സീറ്റുകൾ പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP ഉള്ളത്. അതിൻ്റെ ഒരു അടിസ്ഥാനം, അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും, ഈ ഒരു ഘട്ടത്തിൽ നമുക്കതിനെ എങ്ങനെ വിലയിരുത്താം? റിജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 A ക്ലാസ് മണ്ഡലങ്ങൾ തങ്ങൾക്ക് തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനമായും ഒന്ന് വട്ടിയൂർക്കാവാണ്, ഒന്ന് നേമം, ഒന്ന് കഴക്കൂട്ടം, ഒന്ന് ആറ്റിങ്ങൽ. ഇങ്ങനെ 4ഇടത്തും കഴിഞ്ഞ കാലങ്ങളിൽ പല തെരഞ്ഞെടുപ്പുകളിലായി 2ാം സ്ഥാനത്തെത്തുകയും കാര്യമായ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിച്ചതുമൊക്കെ തന്നെയാണ് BJPയുടെ കോൺഫിഡൻസ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതോടുകൂടി ആ കോൺഫിഡൻസ് ഇരട്ടിയായി എന്ന് തന്നെ പറയണം. പ്രത്യേകിച്ച് നേമത്താണത് വലിയ തോതിൽ, നേമത്തും വട്ടിയൂർക്കാവും വലിയ പ്രതീക്ഷ BJP വച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ്. നേമം നമുക്കറിയാം, കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷത്തോളമായി അല്ലെങ്കിൽ അതിലധികമായി BJPക്ക് ഒരു മേൽക്കൈ നൽകുന്ന ഒരിടമായി മാറുന്നു. അത് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. കഴിഞ്ഞ തവണ K മുരളീധരൻ കൂടി മത്സര രംഗത്തേക്ക് വന്നതോടുകൂടിയാണത് വളരെ ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് പോവുകയും ചെറിയൊരു ഭൂരിപക്ഷത്തിൽ ഇന്ന് മന്ത്രിയായിരിക്കുന്ന V ശിവൻകുട്ടി ജയിച്ചു കയറുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അത് ഇത്തവണ അവിടെ ഒരു ത്രികോണ മത്സരം സ്വാഭാവികമായും റിജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ LDFന്റെയും UDFന്റെയും കാൻഡിഡേറ്റ്സ് ആരൊക്കെ ആയിരിക്കും എന്നതനുസരിച്ചിരിക്കും ഇനി അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ്. എന്തായാലും അവിടെ ഒരു ശക്തമായ ത്രികോണ പോരാട്ടം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെയാണ് വട്ടിയൂർക്കാവ് നമുക്കറിയാവുന്നതുപോലെ തന്നെ കൊടുങ്ങാനൂരിൽ നിന്നാണ് ഇപ്പോൾ VV രാജേഷ് ജയിച്ചിപ്പോൾ മേയർ ആയിരിക്കുന്നത്. അവിടെ ഒരു സ്ട്രോങ് പോയിന്റ് വട്ടിയൂർക്കാവിലെ പല മേഖലകളിലും അവർക്കൊരു സ്ട്രോങ് പോയിന്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെയാണ് കഴക്കൂട്ടം ഓൾമോസ്റ്റ് BJPയുടെ ഒരു വലിയ വളർച്ച അല്ലെങ്കിൽ കാര്യമായൊരു വോട്ട് വിഹിതം അവർക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നിടമാണ്. മറ്റൊന്ന് ആറ്റിങ്ങലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കൃത്യമായ കണക്കുകൾ ബേസ് ചെയ്ത് മാത്രം BJP അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലങ്ങളാണ് ഈ 4 സ്ഥലങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഐശ്വര്യ ആദ്യം സൂചിപ്പിച്ച ആരാകും സ്ഥാനാർത്ഥി എന്ന ഘടകവും വിജയത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് UDFന്റെ കാര്യത്തിലേക്ക് വന്നാൽ, UDF അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവിടെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, തിരുവനന്തപുരം പിടിച്ചാലേ സംസ്ഥാനം പിടിക്കാൻ കഴിയൂ എന്നുള്ളത്. 14-ൽ 1 സീറ്റ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ UDFനുള്ളത്. പക്ഷേ നേരത്തെ പല സീറ്റുകളും കോൺഗ്രസ് UDF അടക്കി വെച്ചിരുന്ന മണ്ഡലങ്ങൾ ആണ്. അത് ഏത് രീതിയിൽ ഇനി സ്വന്തം പക്ഷത്തേക്ക് അടുപ്പിക്കാൻ കഴിയും എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് റോയ് മാത്യുവിൻ്റെ വിശകലനം ശ്രദ്ധിക്കാം. 2001-ൽ 9 സീറ്റിൽ ജയിച്ച UDF 2021 ആയപ്പോഴത്തേക്ക് കേവലം 1 സീറ്റിൽ ഒതുങ്ങിയ ഒരു പ്രതിഭാസം നമ്മളുണ്ട്. പക്ഷേ ഈ ദയനീയമായ ഈ തോൽവി സംഭവിച്ചത് 2 ഘട്ടങ്ങളിൽ മാത്രമാണ്. 2016-ലും 2021-ലും മാത്രമാണ് കോൺഗ്രസിന് 2 അക്കം പോലും എത്താൻ കഴിയാതെ പോയ 2 സാഹചര്യങ്ങൾ. കോൺഗ്രസ് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ പാടെ ഒലിച്ചുപോയി എന്നൊന്നും പറയാനുള്ള സ്ഥിതിയില്ല. കാരണം അത് നമ്മളിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരുപാട് പഞ്ചായത്തുകൾ അവർ പിടിക്കുകയും മുനിസിപ്പാലിറ്റികളുടെ ഭരണമൊക്കെ കൈയാളുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിയുണ്ട്. പക്ഷേ ഈ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അതാണ്, സംഘടനാ ദൗർബല്യമാണ് കോൺഗ്രസ് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം. 10 വർഷമായിട്ട് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിക്ക് മുന്നണിയിൽ അധികാരം പിടിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഒരു കൈമയും മറന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ അവർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങളുള്ളൂ. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ്സിന് ഒരു 25 മുതൽ 30% വരെ വോട്ട് കിട്ടുന്ന സാഹചര്യമുണ്ട്. അത് നമ്മൾ ഈ കോർപ്പറേഷനകത്ത് ശ്രദ്ധിച്ചറിയാം. കോർപ്പറേഷനകത്ത് കേവലം 9 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന കോൺഗ്രസ് 20 സീറ്റിൽ വരെ എത്തിയ സ്ഥിതിയുണ്ടായി. അപ്പം കോൺഗ്രസിൻ്റെ അടിത്തറയൊന്നും പൂർണ്ണമായി ഒലിച്ചു പോയിട്ടില്ല. പക്ഷേ ആ വോട്ട് സംഭരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനകത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതുകൊണ്ടാണ്
അവർക്ക് തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായ വോട്ട് നേടാൻ കഴിയും. ഇപ്പം ആ സ്ഥിതിയിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ, അതായത് 2001 9 സീറ്റ് നേടിയ സാഹചര്യത്തിലേക്ക് എത്തണമെങ്കിൽ കോൺഗ്രസ് വലിയ കഠിനമായ പ്രവർത്തനങ്ങൾ തന്നെ നടത്തിയാൽ മാത്രമേ അവർക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ. ആ സാഹചര്യം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. തിരുവനന്തപുരത്ത് മിനിമം 5 മുതൽ ഒരു 7-8 സീറ്റ് വരെ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഭരണത്തിലെത്താൻ പറ്റുന്ന സാഹചര്യം നിലവിലില്ല. തീർച്ചയായും തലസ്ഥാന ജില്ലയിൽ കോൺഗ്രസിൻ്റെ അടിത്തറയൊന്നും ഒലിച്ചു പോയിട്ടില്ല. പക്ഷേ സംഘടനാ ദൗർബല്യം എന്നത് വളരെ പ്രധാനമാണ് എന്നാണ് റോയ് മാത്യു ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നമുക്ക് വോട്ടർമാരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. വികസനത്തിനാണോ മുൻഗണന, അതോ മാറ്റമാണോ അവരാവശ്യപ്പെടുന്നത്, അതോ ഇതിൻ്റെ തുടർച്ചയോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാകും ഇത്തവണത്തെ ജനവിധി എന്നതിൽ നമുക്ക് സംശയമില്ല. ഐശ്വര്യ, നമുക്ക് ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാൽ എന്തൊക്കെയാവും തിരുവനന്തപുരത്തുകാരുടെ പ്രധാനപ്പെട്ട അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ? മാത്രമല്ല, സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടക്കുന്നതേയുള്ളൂ മുന്നണികൾ. രാജീവ് ചന്ദ്രശേഖർ മാത്രമേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് എങ്ങനെ ഈ ഘട്ടത്തിൽ വിലയിരുത്താം? രജീഷ്, തീർച്ചയായും നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പല മേഖലയിലുള്ള ആളുകൾ അടങ്ങുന്നതാണ് ഈ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ള ആവശ്യം, അല്ലെങ്കിൽ അത് ആരാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചായിരിക്കും ഇത്തവണത്തെ വോട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നഗരത്തിൽ കൃത്യമായി വികസനം നടപ്പാക്കുക, അതിനപ്പുറത്തേക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇത്തരം കാര്യങ്ങൾ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും പൊളിറ്റിക്കലി ഉയരുന്ന ആരോപണങ്ങളുണ്ട്, പല തരത്തിൽ. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കേസുകളുണ്ട്. അത്തരം വിഷയം തിരുവനന്തപുരം ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം ഒരുപാട് പൊളിറ്റിക്കൽ വ്യൂ, അല്ലെങ്കിൽ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ വ്യൂ ഉള്ള ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരിടം കൂടിയാണ് തിരുവനന്തപുരം. മറ്റൊന്ന്, നമുക്കറിയാവുന്ന പോലെ തന്നെ ലത്തീൻ സഭയ്ക്ക് സ്വാധീനമുള്ള പല ഇടങ്ങളുണ്ട്. അതുകൂടി ചർച്ച ചെയ്തു പോകണം. കാരണം ലത്തീൻ സഭ ഇപ്പോൾ ഒരുപക്ഷെ അത്ര രസത്തിലല്ല ഇടത് സർക്കാരുമായിട്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ നാളുകളിൽ അവരുന്നയിച്ച വിഴിഞ്ഞം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ, അതൊക്കെ പലതും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയി എന്നുള്ള ഒരു പരിഭവം അവർക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെ അത്തരം വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞതുപോലെ വികസനം അല്ലെങ്കിൽ വോട്ടർമാരുടെ ആവശ്യം എന്നതിന് അപ്പുറത്തേക്ക്, നമ്മൾ ഈ ടോട്ടലി പറയുന്ന സംസ്ഥാനത്തെ ഭരണം എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു മണ്ഡലത്തിലെ MLAയുടെ പെർഫോമൻസ്, അത് ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് UDFന് കനത്ത വെല്ലുവിളി വരുന്നത്. കാരണം നിലവിൽ ഒരിടത്താണ് UDFന്റെ MLA ഉള്ളത്, ബാക്കി 13ഇടത്തും ഈ പറഞ്ഞതുപോലെ സിറ്റിംഗ് MLAമാരാണ്. അവിടെ LDFന്റെ MLAമാരാണ്. LDFന്റെ MLAമാരെ നേരിടാൻ കരുത്തുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറ്റിംഗ് MLAമാരെ ഫേസ് ചെയ്യാൻ കരുത്തുള്ള ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPക്ക് ഈ പറഞ്ഞതുപോലെ A ക്ലാസ് മണ്ഡലങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. പക്ഷേ UDFന് അങ്ങനെയല്ല. ഇത്തവണ ഈ പറഞ്ഞതുപോലെ ഏറ്റവും ജീവൻമരണ പോരാട്ടമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ ഈ തെരഞ്ഞെടുപ്പ്. അതിൽ തിരുവനന്തപുരം ഏറ്റവും ക്രൂഷ്യലാണ്. പക്ഷേ നേരത്തെ റോയ് മാത്യു സൂചിപ്പിച്ചതുപോലെ സംഘടനാ സംവിധാനം അത് അവരുടെ ദൗർബല്യമായി മാറുന്നു. കൃത്യമായൊരു ലീഡർഷിപ്പ് തിരുവനന്തപുരത്ത് ഇല്ലാതെ പോകുന്നുണ്ടോ? ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ LDFന്റെ സിറ്റിംഗ് MLAമാരെല്ലാം കരുത്തരാണ്, ജനകീയരാണ്. അവരുടെ മറികടക്കാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളെ വേണം സ്ഥാനാർത്ഥികളായിട്ട് അവതരിപ്പിക്കാൻ UDFനാണെങ്കിലും BJPക്കാണെങ്കിലും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുതിയ രാഷ്ട്രീയ ദിശയാകുമോ, അതോ നിലവിലെ പ്രവണതകൾക്ക് തുടർച്ചയാകുന്നോ? ഇതാണ് ഈ നിർണായക ഘട്ടത്തിൽ ചർച്ച ചെയ്തത്. തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.